നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ തനിച്ചാണ് എന്നുള്ളത് തന്നെയാണ് റിയാലിറ്റി. അത് ആക്സെപ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ നമുക്കൊക്കെ ഉള്ളൂ. നമ്മൾ വരുന്നത് തനിച്ച് തന്നെയാണല്ലോ. പിന്നീട് നമ്മുടെ ഇഷ്ടപ്പെട്ടവരായി മാറുന്ന കുറെ ആൾക്കാർ നമുക്ക് ചുറ്റും ഉണ്ടാവും. പക്ഷെ ഓരോ സമയത്തും ഓരോരുത്തരായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. ചില ആളുകൾ നമ്മളിലേക്ക് വരികയും ചെയ്യും. അത് ലൈഫ് ലോങ് അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ബേസിക്കലി നമ്മൾ തനിച്ചാണ് എന്നുള്ളത് നമ്മുടെ മനസ്സിനെ ആദ്യം ഒന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി. എന്നാൽ പിന്നെ ഈ പോക്കുവരകൾ നമ്മുടെ മനസ്സിനെ അത്ര തന്നെ ബാധിക്കില്ല. എല്ലായ്പ്പോഴും ഓരോരുത്തർ വരും, ഓരോരുത്തർ പോകും. അതൊരു എന്താ പറയാ, അതൊരു റിയാലിറ്റിയാണ്. എന്താണെങ്കിലും അത് നടന്നേ പറ്റൂ. എല്ലാ കാലവും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മളും കുറച്ചു കാലം കഴിഞ്ഞാൽ പോകേണ്ട ആൾക്കാർ തന്നെയാണ്. അപ്പൊ ആദ്യം നമ്മൾ അതൊന്ന് ആക്സെപ്റ്റ് ചെയ്താൽ മതി. ബാക്കിയൊക്കെ തനിയെ ശരിയായിക്കോളും. മനസ്സിനെ ഈ സാഹചര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചെടുത്താൽ മതി. പിന്നെ കുറെയൊക്കെ സ്മൂത്ത് ആയിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ നമ്മൾ ചെറിയൊരു കാര്യം കൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവും, ഭയങ്കര ഡിപ്രഷൻ വരും. ഒക്കെ വരുന്നത് നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള തോന്നലുണ്ടാകുമ്പോഴാണ്. നമുക്ക് ആരോടൊന്നും പറയാനില്ല, അല്ലെങ്കിൽ കൂട്ടി നമ്മളൊന്ന് ചേർത്ത് പിടിക്കാൻ ആളില്ല എന്നൊക്കെ ഫീലിങ്സ് ഒക്കെ നമുക്ക് തോന്നുന്നത് നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള ഫീലിങ്സ് ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ആ ഫീലിങ്സ് നോർമലി എല്ലാവരും അതേപോലെ തന്നെയാണ് എന്ന് നമ്മൾ ഓക്കെ, അങ്ങനെ ഒരു മൈൻഡ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ പിന്നൊരു നമുക്ക് ഓവർ ടെൻഷന്റെ ആവശ്യം വരില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം നമ്മൾ തനിച്ചാണ്. ഇപ്പോൾ ഉള്ളവരൊക്കെ വന്നും പോയും എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കുന്നവരും ആണ്. അപ്പൊ കുഴപ്പമില്ലല്ലോ.